ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിടുന്ന വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ രേണുസുധിയായിട്ടാണ്. രേണുസുധിയുടെ കുറച്ച് കാര്യങ്ങളാണ്. പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ ചാനലിൽ കുറേ പേര് അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നു, അതിനെതിരെ കേസിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും, പിന്നെ എയർപോർട്ടിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. മാത്രം പെയ്ഡ് സബ്സ്ക്രിപ്ഷന് കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആയിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ അവനാണോ അവളാണോ ഇവർക്കെല്ലാം എതിരെ ഞാൻ കേസിന് പോവാണ്, ഞാൻ ഇപ്പൊ തന്നെ കേസിന് പോകണം. ആരാണ് ഇത്? എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കേട്ടില്ലേ? പുള്ളിക്കാരിയുടെ സബ്സ്ക്രിപ്ഷനിൽ വരുന്ന ഫോട്ടോസ് എടുത്ത് പുറത്ത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസിന് പോവാണ്. രേണു ഒരു കാര്യം മനസ്സിലാക്കണം, രേണുവിനെ സ്നേഹിക്കുന്നവർ മാത്രമല്ല ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. രേണു എന്താണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുള്ളവരും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ചെയ്യും. അത് രേണുവിനെ അറിയില്ലേ? രേണു എന്താണെന്നറിയാമോ? ഇപ്പം ഈ ഒരു കേസ് കൊടുക്കുന്നത് കുറച്ചും കൂടി അത് വൈറലായിട്ട് ആൾക്കാർ കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം രേണു ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അതിനകത്ത് എന്തോ ഉണ്ട്, അതിനി പ്രചരിപ്പിച്ച് അത് കുറച്ച് ഹോട്ടായിരിക്കും എന്നൊക്കെ കരുതി കയറാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇത് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, പുള്ളിക്കാരിക്ക് ഒരു പേടിയുണ്ട്, ഇനി ഇതെങ്ങാനും പുറത്തേക്ക് പോയാൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചിലപ്പോൾ കുറയോ എന്നുള്ള ഒരു കാര്യവും കൂടി ഉണ്ട്. കാരണം പൈസ കൊടുത്ത് കയറുന്നതിനെക്കാട്ടി പുറത്ത് ഇതുപോലെ ഇടുവാണെങ്കിൽ ഫ്രീ ആയിട്ട് കണ്ടൂടെ എന്നും കൂടിയുണ്ട്. ഇനി രേണു താരതമ്യം ചെയ്യുന്നത് മറ്റ് സെലിബ്രിറ്റീസിനെയാണ്. അതിൽ രേണുവിനെ വെച്ച് കമ്പയർ ചെയ്ത് ഇപ്പൊ സോഷ്യൽ മീഡിയ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അഹാനയാണ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ രേണുവിനോടാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് അഹാനയുടെ വീഡിയോ ആ ഒരു ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പൈസ കിട്ടിയല്ലോ സബ്സ്ക്രിപ്ഷനിൽ കൂടി, അപ്പൊ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അറിയാം അവിടെ എന്താണെന്ന്. അവിടെ അവർ ചിലപ്പോൾ അവരുടെ സിനിമാ വിശേഷങ്ങൾ, അവരുടെ വളരെ പ്രൈവസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് എല്ലാവരോടും പറയണ്ട, സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് മെമ്പേഴ്സിനോട് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്ന് എല്ലാവരും പറയുന്നു, അത് പുറത്തേക്ക് വിട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരി ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെന്താണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. പിന്നെ മറ്റ് സെലിബ്രിറ്റികളെ പോയി നിങ്ങൾ നോക്കിയിട്ട് വന്ന് പറയൂ. മിക്കുള്ളവരും അങ്ങനെയല്ല. അത് എന്താന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൈവസിയാണ്. ഇപ്പം ചില കാര്യങ്ങൾ അത് പുറത്ത് ചർച്ച ചെയ്താൽ വിവാദമാകും എന്നുള്ളത് മെമ്പേഴ്സിന്റെ ഉള്ളിൽ മാത്രം നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. ഇനി രേണുവിന്റെ ഫോട്ടോ എടുത്ത് എന്തിനാണ് പുറത്തിടുന്നത്? ആർക്കും അത് കാണണ്ട. അതെടുത്ത് പുറത്തിടുമ്പോഴാണ് എന്താവുന്നത്, അവർ വീണ്ടും വീണ്ടും വൈറലാകുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പൊ രേണുവിന് ഇരട്ടി സബ്സ്ക്രൈബർ കൂടും. അതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് രേണു തന്നെയാണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. രേണു തന്നെ അത് ചെയ്യും. സബ്സ്ക്രൈബ് കുറയുമ്പോൾ ആദ്യം പൈസ വളരെ കുറവായിരുന്നു, 45 49 ആയിരുന്നു. ആളുകൾ കയറാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരി അതിൻ്റെ പേയ്മെൻറ്റ് കുറച്ച് കൂട്ടിയിട്ടും കൂടിയുണ്ട്. ഇനി കൂടി പോകുമ്പോൾ എല്ലാ റിയാക്ഷൻ വീഡിയോ ആൾക്കാരും പറയുന്നത് പോലെ പല കാര്യങ്ങളും കുറഞ്ഞു വരും. എന്താവോ എന്തോ. ഇനി ദുബായിലേക്ക് പോകുന്ന വഴിക്ക് എയർപോർട്ടിൽ വച്ച് രേണുവിൻ്റെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഓൺലൈൻ മാധ്യമപ്രവർത്തകര്, അവർ ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം രേണു പറഞ്ഞത് കേൾക്കാം. ആരുമായിട്ട് കണ്ട് ചിരിച്ച് തള്ളുന്ന അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തമാശയായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ, അല്ലാതെ അത് വലിയ പ്രോത്സാഹിപ്പിക്കുക അത് എനിക്കറിയില്ല. അതുപോലെ ഇപ്പം ആ ചേച്ചി ഒരു ടാറ്റു അടിച്ച് അവര് സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചായിരുന്നു, അതുപോലെ ആ വീഡിയോ കാണിച്ചു. അവരുടെ ഡ്രസ്സിങ് കഴിഞ്ഞ് ഞാൻ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ലല്ലോ, ഞാനൊന്നും പറയുന്നുമില്ല. കേട്ടില്ലേ? മഞ്ജു ചേച്ചി പറഞ്ഞതാണ്. അതിൽ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം, മഞ്ജു പത്രോസ് ഇവിടെ എവിടെയോ ടാറ്റു അടിച്ചു, അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ പോകുന്നില്ലല്ലോ എന്ന്. നിങ്ങൾ ആദ്യം പോയി അത് ഏതൊക്കെ ചാനലാണ് ഇട്ടിരിക്കുന്നതെന്ന് വീണ്ടും നോക്കൂ. അതൊരു 100 ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇനി അല്ല അവരുടെ ഇൻസ്റ്റാ പേജിൽ മാത്രമാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ റൈറ്റ് ഇല്ല. അത് അവരുടെ ഇൻസ്റ്റയിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് കാണണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെയാണോ ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഒരു വീഡിയോയും കാണൂല, യൂട്യൂബിൽ കാണാത്ത നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവരവിടെ ടാറ്റു ചെയ്തതിൻ്റെ ഇത് വന്നെന്ന്? നിങ്ങൾക്ക് ആരൊക്കെയോ പറഞ്ഞു തരുന്നു അവരങ്ങനെയാണ്, അപ്പൊ അതിനെ വെച്ച് പറയൂന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, അവരന്ന് ആ വനിതാ ദിനത്തിൽ പറഞ്ഞായിരുന്നല്ലോ മറ്റേ സ്ത്രീകളുടെ അവയവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇതിനെതിരെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരിതിനെ നിസ്സാരമായിട്ടാണ് കണ്ടത്. എല്ലാ ഓൺലൈൻ മീഡിയയിലുള്ള മുഖ്യമുള്ളവരും ഇവരുടെ ഫ്രണ്ട്സ് ആയിട്ട് കാണുന്നു എന്ന്. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ സോൺ ആണെങ്കിൽ നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് അവർ ചോദിക്കുമ്പോൾ അവിടെ വന്നിരുന്ന് സംസാരിക്കൂ. ഇത് എല്ലാവരും കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു അവയവത്തെ നിങ്ങൾ ആഹാരത്തോട് ഒരു ആഹാര പദാർത്ഥത്തോട് ഉപമിക്കുമ്പോൾ അത് എല്ലാരും കേട്ട് ആസ്വദിക്കില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഇത് വിവാദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരിത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ആ സമയത്ത് ഇപ്പൊ പറയാൻ താല്പര്യം ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ പിന്നെ പറയണം നിങ്ങളിത് പറഞ്ഞ എന്തിനാ വിവാദമാക്കാൻ, നിങ്ങൾക്ക് അറിയാം അത് വിവാദമാകുമെന്ന്. പിന്നെ നിങ്ങൾക്ക് ഡബിൾ മീനിങ്ങിൽ പറഞ്ഞ് ആസ്വദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡബിൾ മീനിങ്ങിൽ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ നമ്മുടെ വളരെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഇത് സർക്കിളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഡബിൾ മീനിങ്ങിൽ പറയുമായിരിക്കാം, വാട്ടെവർ, അതൊക്കെ അവിടുത്തെ കാര്യം. പക്ഷേ നമ്മളൊരു സമൂഹ മാധ്യമത്തിൽ വന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ റിയാക്ട് ചെയ്യും. അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. നിങ്ങൾക്കും അറിയാം റിയാക്ട് ചെയ്യണമെന്ന്. റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ അവിടെ ചിരിക്കുന്നത്? നിങ്ങൾ ഉടനെ ഞാൻ ഉണ്ടോ നോക്കട്ടെ. ഇത് എല്ലാ പെൺകുട്ടികളെയും ബാധിക്കും. കാര്യം എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളൊരു അവയവമാണ് നേവൽ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്, നമുക്ക് അയ്യേ എന്ന് തോന്നും. അത് നമുക്ക് നമ്മളെ ശരീരത്തോടൊരു ബഹുമാനം ഉള്ളതുകൊണ്ടാണ് അയ്യേ ഇതെന്താ ഈ സ്ത്രീ പറയുന്നത് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോടൊരു ബഹുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങളത് പറയില്ല, നിങ്ങൾ അവിടെ നിർത്തും. അവിടെ ആ മഞ്ജു ചേച്ചി പറഞ്ഞതും എന്താണ്, അത് നല്ലൊരു കാര്യമാണ്. നമ്മളോട് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളത് എവിടെ നിന്ന് പറയണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അവ എന്തൊക്കെ ചോദിക്കണം എന്ന്. അവൻ്റെ വീട്ടിലാണെങ്കിൽ അവൻ പോയി ചോദിക്കോ? അവൻ്റെ അമ്മയുടെ അടുത്താണെങ്കിൽ ചോദിക്കോ? ഇല്ല. ഇപ്പം മഞ്ജു ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ വന്നപ്പോഴും അവർ പറഞ്ഞു, ഞാനതാ വീണ്ടും വീണ്ടും കേട്ടു. തീർച്ചയായിട്ടും അതൊരു ബഹുമാനമുള്ള ഒരു സ്ത്രീ, അവരോട് ബഹുമാനം, സ്വന്തമായിട്ട് ബഹുമാനമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും പറയില്ല. പിന്നെ നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല, നിങ്ങളത് ഇട്ട് തരുന്നതാണ്. പിന്നെ ഇവർ അവിടെ തന്നെ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്, കാശുണ്ടാക്കുന്നത് നല്ല കാര്യമല്ലേ, കാശുണ്ടാക്കാൻ ഏത് വഴിയും ഉപയോഗിക്കാന്നുള്ളത്. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം നമുക്ക് എങ്ങനെയും കഴിക്കാം അല്ലേ? നമുക്ക് തനിച്ച് ഉണ്ടാക്കി കഴിക്കാം, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാക്കി തന്ന് നമുക്ക് കഴിക്കാം, നമുക്കൊരു ഹോട്ടലിൽ പോയി കഴിക്കാം, നമുക്കൊരു സ്ഥലത്തു നിന്ന് ഭക്ഷണം മോഷ്ടിച്ചും കഴിക്കാം. ഇതിൽ ഏത് വഴിയാണ് വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമുക്ക് മോഷ്ടിച്ച് കഴിക്കുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് വരും അല്ലേ? നമുക്കൊരാൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ വേറൊരു തരത്തിലുള്ള സംഭാഷണം വരും. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് വേറെ, മറ്റൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ വേറെ, മോഷ്ടിക്കുമ്പോൾ വേറെ. നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു സ്പെഷ്യൽ വുമണാണ്. നിങ്ങൾ തന്നെ വിവാദം ഉണ്ടാക്കുന്നു. ഇത്രയും ലൈം ലൈറ്റിൽ നിൽക്കാൻ വിവാദം ഉണ്ടാക്കി നിൽക്കുന്ന മറ്റൊരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം ഇതെന്തൊക്കെയാണെന്ന് അറിയാമോ ഇതിനെതിരെ എതിർക്കുന്നത്? ഇത് കണ്ട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവും, തീർച്ചയായിട്ടും ആവും. കുറച്ച് പഠിത്തത്തിൽ പിന്നോട്ടുള്ള കുട്ടികൾ വിചാരിക്കും, എന്തിന് 18 വയസ്സാകുമ്പോൾ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയാൽ പോരെ, നല്ല കാശ് കിട്ടും, വീട്ടിലുള്ള കാര്യങ്ങൾ നടക്കും. ഇതിന് മുന്നേ വന്നിട്ടുള്ള കുട്ടികളെ എടുത്തു വെച്ചൊക്കെ റിയാക്ഷൻ വീഡിയോക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞെട്ടും. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് കണ്ട് അച്ഛൻ ഞെട്ടി, അത് കണ്ട് അപ്പൂപ്പൻ ഞെട്ടി എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ, നിങ്ങൾ ഇത് കണ്ടാൽ ഞെട്ടും എന്നുള്ളവർ തീർച്ചയായിട്ടും ഞെട്ടും. പെൺകുട്ടികളുള്ള അമ്മമാരും ഞെട്ടും, ആൺകുട്ടികളുള്ള അമ്മമാരും ഞെട്ടും. കാരണം ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ എന്താണെന്ന് ഒരു ഊഹവും കാണത്തില്ല. ആൺകുട്ടികളുള്ള അമ്മമാർക്ക് ആ കുട്ടി കല്യാണം കഴിക്കുന്ന പെൺകുട്ടി നല്ലതാണോ എന്നൊക്കെ തോന്നും. അപ്പൊ അത് രക്ഷിതാക്കളെയും ബാധിക്കും. അത് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട കാര്യങ്ങളുണ്ടോ? കുറേ വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോഴാണ് നിങ്ങളത് മനസ്സിലാക്കാൻ പോകുന്നത്. അവിടെ നിനക്ക് നല്ലതായിട്ട് ജീവിക്കുന്നില്ലേ, ഞാൻ അങ്ങനെയൊക്കെ ഇറങ്ങിയത് കൊണ്ടാടാ നീയൊക്കെ ഇപ്പം നല്ലതായിട്ട് ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ അവിടെ വില പോകില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളോട് സ്നേഹമുള്ളവരാണ് നിങ്ങളെ തിരുത്തുന്നത്, നിങ്ങളോട് സ്നേഹം ഇല്ലാത്തവരാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. നിങ്ങൾ വിധവ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ വെച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു. പിന്നെന്താണ്, നിങ്ങളുടെ ഭർത്താവ്, അതും മരിച്ചുപോയ ഭർത്താവിനെ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്ത് നിങ്ങൾ കാശുണ്ടാക്കുന്നു. നിങ്ങളെ സഹായിച്ചവരെ തള്ളി പറയുന്നു, കല്ലെറിയുന്നു. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ഒരു ക്യൂരിയോസിറ്റി നോക്കുന്നത്, എന്താണെന്നുള്ളത്. വേറെ ആരും അങ്ങനെയല്ല. നിങ്ങളിപ്പോ വിധവകളെ വിടൂ, നിങ്ങളുടെ ഭർത്താവിനെ വിടൂ, നിങ്ങളെ മാത്രം സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഈ നെഗറ്റീവ് വരുന്നതിന് ഒരു പരിധി വരെ കുറയും. ഇനി നിങ്ങളുടെ ആ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നിങ്ങൾ സാധാരണ ഒരു റീലിടൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സൊക്കെ വളരെ നീറ്റായിട്ട് ഇരുത്തി നിങ്ങളിടൂ. അപ്പം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ വരുമോ എന്നറിയാലോ. ഇനി
ഈ മെറ്റ തന്നതാണ് എനിക്ക് മെറ്റ തന്നതാണെന്ന് പറയുമ്പോൾ മെറ്റ തന്നെ അത് തിരിച്ചെടുക്കുന്ന കാര്യത്തിലേക്കാണ് പോക്ക്. ഇപ്പം പുതിയൊരു നിയമം അടുത്തിടെ വന്നിട്ടുണ്ട്. ഈ മെറ്റ പ്ലാറ്റ്ഫോമിൽ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല, അശ്ലീല മീനിങ്ങുകൾ പറയാൻ പാടില്ല, എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ വന്നാൽ മെറ്റ അതിൻ്റെ ഉള്ളടക്കങ്ങളെല്ലാം പുറത്തേക്ക് വിടില്ല. അപ്പൊ തന്നവര് തന്നെ തിരിച്ചെടുക്കുന്ന അവസ്ഥയിലേക്കാണ് രേണു സുധിയുടെ പോക്ക്. ഇനി രേണുവിനെതിരെ കേസ് കൊടുത്ത കുറച്ച് കാര്യങ്ങളും പിന്നെ രേണു ദുബായിൽ പോയിട്ട് കാണിച്ചു കൂട്ടിയ ആ ബാറിൽ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണം. അപ്പൊ അത് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.